ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ പറയാ, കുഞ്ഞു ഫസ്റ്റ് സ്കൂളിൽ പോണ ഫസ്റ്റ് ദിവസമാണെന്ന്. കുഞ്ഞിക്ക് അറിയോ? കറിയില്ല. സൂപ്പർ കുട്ടിയല്ലേ, നല്ല കുട്ടിയാണ്. രാവിലെ നീച്ചപ്പോ ഒരു വിഷമൊക്കെ ഉണ്ടായി, പിന്നെ കുഞ്ഞു ഉഷാറായി അല്ലേ? അപ്പൊ കുഞ്ഞുന്റെ വീഡിയോ എല്ലാവരോടും കാണൂ. കണ്ട സ്റ്റാർ ബാൻഡ് ഒക്കെ കെട്ടിട്ട് അപ്പൊ കുഞ്ഞൊന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവാണ്. എല്ലാരും ഞാൻ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. കുഞ്ഞിന്റെ ഷൂ ഇത് കുഞ്ഞു സ്കൂളിൽ പോകുന്ന കുഞ്ഞിന്റെ സ്കൂളൊക്കെ ഉൾപ്പെടുത്തും. അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറയൂ. കുഞ്ഞു സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഒന്ന് രാവിലെ കുഞ്ഞുൻ സ്കൂളിലേക്ക് പോകണ്ടേ. അപ്പോൾ ഒരു 6:45 7 മണിയോടെ അവൾ നീച്ചിട്ട് ഉറക്കം മതിയാവണില്ല, ഞാൻ കുറച്ചും കൂടിയും കിടക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവിടെ കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് സ്കൂൾ തുറക്കല്ലേ, നീക്കൂ, എന്നിട്ട് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യണ്ടേ, എന്നാലല്ലേ അടിപൊളിയായിട്ട് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ നീച്ചു എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ എടുത്തിരുന്നു. ഞാൻ സ്കൂളിൽ പോകണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. നമുക്ക് പതുക്കെ നീച്ച പല്ലിയൊക്കെ വാ പോവാം, എനിക്ക് മതിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ സെറ്റാക്കി അവളെ എണീപ്പിച്ച് പുറത്ത് കൊണ്ടുപോയി പല്ലിയിപ്പിക്കുകയാണ്. പല്ലിയിക്കുമ്പോഴും അവളുടെ ഉറക്കച്ചടവില്ലേ, അതൊന്നും നേരെ മാറിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, സ്കൂളിൽ പോയിട്ട് വലിയ കുട്ടിയാവണ്ടേ, ഇന്ന് ഷൂടണ്ടേ, പുതിയ ഡ്രസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ സെറ്റാക്കണതാണ്. അപ്പോൾ ഓക്കെ വരുന്നുണ്ട്. അല്ല വലിയ ഇൻട്രസ്റ്റ് ഇല്ല സ്കൂളിൽ പോകാൻ, ആദ്യമായിട്ട് പോവല്ലേ. അപ്പോൾ അതിൻ്റെതായിട്ട് കുറേ ഒരു മടിയുണ്ട്. പക്ഷെ അംഗനവാടി പോകാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല, ആൾക്ക് ഉഷാറായിരുന്നു. പിന്നെന്തോ ഒരു ചെറിയൊരു ഒരു മടിയുടെ ഇത്. അപ്പോൾ പല്ലൊക്കെ തേപ്പിച്ചു. നമുക്ക് കുഴപ്പമൊന്നുമില്ല, ശരിയാകും, അമ്മ വരുന്ന, അമ്മ കൂടെ നിൽക്കണേ എന്നൊക്കെ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട്. ഞാൻ വരാം, ഞാൻ എവിടേക്കും പോവില്ല. അപ്പോൾ അവളെ ഫ്രണ്ട് അനിന്യ ഒപ്പമുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അനിന്യ എന്നോട് മുണ്ടണില്ല, എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കുളിപ്പിക്കണമെന്ന് തോർത്ത് മുണ്ടൊക്കെ എടുപ്പിച്ച് നിർത്തണം. അപ്പോഴും ടി വിയുടെ മുന്നിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി കുറച്ച് കഴിഞ്ഞാൽ ടി വി ഒന്നും കാണാൻ പറ്റില്ല, പഠിക്കണം. അപ്പോൾ അവൾക്ക് മൊത്തത്തിലൊരു ദേഷ്യം. ഞാൻ പറഞ്ഞു, വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സെറ്റായി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കണ്ണും പൊട്ടൊക്കെ എഴുതി അവളെ സെറ്റാക്കി നിർത്തി. ഞാൻ പറഞ്ഞു, ഫോട്ടോ എടുക്കുകയാണ്, നന്നായിട്ട് ഫോട്ടോ പോസ് ചെയ്യും, ചെറുക്കി എന്നൊക്കെ പറഞ്ഞാൽ വലിയ മുഖതയില്ല, ഫോട്ടോ എടുക്കാൻ. മറ്റത് ഇന്നേക്കാട്ട് മുന്നിൽ ഇറങ്ങുന്നത് അവളാണ്. ചെറുക്കി അറിയുമ്പോൾ ഇങ്ങനെ ചെറുക്കിണ്ട്. അപ്പോൾ ഞാൻ പറയണ്ടേ, ഇത് എന്ത് ചെറിയാണ്, ഇതാണോ ചെറി എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് കഞ്ഞി കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു, കഞ്ഞി എനിക്ക് വാരി തന്നാൽ മതി, എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വാരി കൊടുക്കണമെന്ന്. എന്നാലും മുഖത്ത് വലിയ തെളിച്ചല്ല, സ്കൂളിൽ പോകുന്നുണ്ട് ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറയും അവൾ. അത് കുഴപ്പമില്ല, കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞിൻ്റെ അനിന്യ ഉണ്ടാവില്ലേ, പിന്നെന്താ കുഞ്ഞു ഒറ്റയ്ക്കല്ലല്ലോ, കുറേ കുട്ടികളുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളോട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ അവളെ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം അങ്ങനെ ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം സെറ്റായി. പിന്നെ ഷൂ ഇടലാണ്. ഷൂ ഇട്ടിരുന്നില്ല. അപ്പോഴാണ് മുഖത്ത് എന്താ പറയുക, ഭക്ഷണം കഴിച്ചിട്ടും കുഴിഞ്ഞിട്ടും ചെറിയ കഴുകിയിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊന്നും തുടച്ചിട്ടുണ്ടെന്നില്ല. അപ്പോൾ അത് തുടച്ചു കൊടുത്തു. പിന്നെ ഷൂ കൊടുക്കുമ്പോൾ സോക്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. സോക്സിൽ ശരിക്കും കളർ മാറിപ്പോയി, രാത്രി പോയി എടുത്തിട്ട്. ഇതല്ല വേണ്ടത്, വേറെ കളറാണ്. പക്ഷേ അത് അബദ്ധത്തിൽ കളർ ഇതായി പോയി എന്നേ ഉള്ളൂ. ഇനി മാറ്റണം. എന്നാലും ഇന്നിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒപ്പിക്കാം, നാളെയൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് സോക്സ് ഇടിപ്പിക്കുകയാണ്. ഷൂ ഇതാണ്, സോക്സ് ആട്ടോ മാറിയത്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ മാറിപ്പോയതാണ്. അങ്ങനെ ഷൂ സോക്സൊക്കെ എടുത്ത് സെറ്റാക്കി
റെഡി ആക്കി. ഇനി അച്ഛന് ഫോട്ടോ അയച്ചു കൊടുക്കണ്ടേ, അമ്മമ്മയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും പോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പറയാം, ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി. എൻ്റെ കൂടെ കുഞ്ഞിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് കുഞ്ഞിൽ ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ കുഞ്ഞിനെ കണ്ട് അണിഞ്ഞൊരു അമ്മയും പിങ്ങിയുടെ അമ്മയും ഞാനും പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എന്നെ കാണിച്ചില്ല. ഇതാണ് സ്കൂളിൻ്റെ മുൻഭാഗം. അപ്പോൾ അവിടെ ചെണ്ടമേള അതൊക്കെയാണ്. വരയിലൊക്കെയാണ് കുട്ടികളെല്ലാം കുഞ്ഞിൻ്റെ ക്ലാസ്സാണ്. ഇതാണ് കുഞ്ഞിൻ്റെ ടീച്ചർ കുട്ടികളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ സീറ്റ് കിട്ടി ഫ്രണ്ടിലാണ്. അപ്പുറത്ത് അനിമീറ്റിന് അപ്പുറത്ത് കുഞ്ഞിനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അവളോട് ഫോട്ടോയിൽ പോസ് ചെയ്യാൻ പറയുന്നുണ്ട്. അച്ഛനെ അയച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഇവിടെ മൂകത വിട്ടിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടികളൊക്കെ വന്നു സെറ്റായി. ഒരു കുട്ടി മാത്രം കരഞ്ഞു, ബാക്കിയുള്ള കുട്ടികളൊന്നും കരഞ്ഞില്ല. ആളൊക്കെ ഹാപ്പിയായി ഉഷാറായി. പിന്നെ മൂകതയൊന്നും അടിപൊളിയായിരുന്നു. അവൻ്റെ അവിടെ സ്ഥലത്ത് പറയുന്ന രീതിയിലായിരുന്നു. അടിച്ച് പൊളിക്കുക, അറ്റൻഡൻസ് വിളിക്കുക, പേര് പറയുക, ടീച്ചർമാരോരോ വന്ന് ചോദിക്കുകയാണ്. ഇതാണ് ക്ലാസ് റൂം അവളുടെ. അങ്ങനെ അവരൊക്കെ സെറ്റായി. തലയിലൊരു ഇതും കൊടുത്തിട്ടുണ്ട്, പ്രവേശനോത്സവം എഴുതിയിട്ടുള്ളത് തോക്കി അതൊക്കെ ഇട്ട് പൊളിയാണ്. ഇതാണ് അവൾ നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യും.